ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹോളിഡേ സ്റ്റഡി വ്ളോഗാണ്. എന്ന് വെച്ചാൽ ഒരു സ്കൂളില്ലാത്ത ദിവസത്തെ സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. അപ്പം ഇത് കുറച്ച് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ സാറ്റർഡേ ഒരു സൺഡേ ആയിട്ട് എടുത്ത് വെച്ചതാണ് തോന്നുന്നു ഈ ഒരു വീഡിയോ. അപ്പം ഇപ്പം ഒന്ന് ടൈം കിട്ടിയപ്പോൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അതാണ്, ഒരു ഹോളിഡേ സ്റ്റഡി വ്ളോഗ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇന്ന് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ബുക്സൊക്കെ വെച്ചിട്ട് അടുത്ത തിങ്കളാഴ്ചത്തേക്കുള്ള ടൈം ടേബിളൊക്കെ വെച്ച് സെറ്റാക്കലാണ് കേട്ടോ പരിപാടി. എന്നിട്ട് നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലും പഠിക്കാനോ ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഫസ്റ്റ് തന്നെ ടൈം ടേബിൾ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണോ തിങ്കളാഴ്ച വെച്ചാൽ മൺഡേയിലുള്ള സബ്ജക്റ്റൊക്കെ ഏതൊക്കെയാണോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫസ്റ്റ് എടുത്ത് വെക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മുടെ ബുക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഹോംവർക്കോ കൂടെ തന്നെ പഠിക്കാനൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഓരോ സബ്ജക്റ്റിലും. അപ്പം ഫസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി പിന്നെ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്കൂളിൽ നിന്ന് തന്നെ എഴുതി വന്നുകൊണ്ട് പിന്നെ കെമിസ്ട്രി പിന്നെ ഒന്നും എഴുതാണ്ടായിരുന്നില്ല. അപ്പം പഠിക്കാൻ നോക്കിയപ്പോൾ പഠിക്കാൻ ഞാൻ ഓൾറെഡി നമ്മുടെ കെമിസ്ട്രി സ്റ്റഡി വ്ളോഗ് ഇട്ടിട്ടുണ്ട്. പഠിക്കാൻ നോക്കിയപ്പോഴും പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. അപ്പോൾ കെമിസ്ട്രിയും വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെയും ഹോംവർക്കും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ ഇംഗ്ലീഷും ഫിസിക്സും ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റിലാണ് കൂടുതലായിട്ട് ഹോംവർക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നത്. ഫിസിക്സ് എക്സാം ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പഠിക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ ഇംഗ്ലീഷാണ് എടുത്തത്. ഇംഗ്ലീഷ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് തോന്നുന്നു, അല്ല ഫസ്റ്റ് ചാപ്റ്ററല്ല സോറി, നമ്മുടെ ഒരു നത്തിങ് ടു ഐസ് എന്ന് പറഞ്ഞാണ്ട് ഒരു പോയം ഉണ്ട്. ആ ഒരു പോയത്തിൽ നമ്മുടെ ഇതുണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, അപ്പോൾ അതാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് ഈ ബോക്സൊക്കെ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ ഈ ഒരു നത്തിങ് ടു ഐസിൻ്റെ ആ ഒരു പോയം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. അത് നമുക്ക് എടുത്തിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് എടുക്കാൻ വിചാരിച്ചു. എന്തിനാ ചാപ്റ്ററിൻ്റെ പേര് ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ എന്തോ ഒരു ചാപ്റ്ററാണ് അത്. അപ്പം അതാണ് ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റഡി വ്ളോഗ് എടുക്കുന്ന സമയത്ത് മാത്രം പിന്നെ അങ്ങനെ ഹോംവർക്ക് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു ഇംഗ്ലീഷും ഫിസിക്സും മാത്രമേ ഉള്ളൂ ഇന്ന്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടുള്ളത്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ലോങ് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ചധികം ദിവസമായിട്ട് ലോങ് വീഡിയോസൊക്കെ കുറവായിരുന്നു. എനിക്ക് തന്നെ ഇപ്പോൾ ഈ ലോങ് വീഡിയോസൊക്കെ ഇല്ലാഞ്ഞിട്ട് എന്തോ പോലെ തോന്നുക. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ സ്റ്റഡി വ്ളോഗിൻ്റെ മുമ്പത്തെ സ്റ്റഡി വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും ലോങ് വീഡിയോസ് ഇടും, ഷോർട്ട് വീഡിയോസ് സ്കൂളിലെ ദിവസം ഷോർട്ട് വീഡിയോസ് ഇടും, അങ്ങനെ ഓരോ തള്ളൊക്കെ വിട്ടിരുന്നു. നമ്മൾ വിചാരിക്കും ശരിക്കും അതൊക്കെ എടുക്കാൻ കഴിയുന്നു. പക്ഷേ ഈ സ്കൂളൊക്കെ ഉള്ളതുണ്ട്, സ്കൂളല്ല മെയിനിൻ്റെ മടിയാണ്, സ്കൂളും മടിയും കൂടിയുണ്ട്. അതിനെക്കൊണ്ടാണ് ഇപ്പോൾ വീഡിയോസൊക്കെ കുറവുള്ളത് തന്നെ. അപ്പം ഈ ലോങ് വീഡിയോസ് ആകുമ്പോൾ പിന്നെ എടുക്കണം, എഡിറ്റ് ചെയ്യണം, തമ്മിൽ സെറ്റാകണം, അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് മുമ്പ് എടുത്ത് വെച്ചതായതുകൊണ്ട് ഇന്നിപ്പോൾ കുറേ ടൈം കിട്ടി. അപ്പം പെട്ടെന്ന് ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സാറ്റർഡേ ആണല്ലോ, അപ്പം നാളെ സൺഡേ, അപ്പം നാളെയും ഒരു വീഡിയോ ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോങ് വീഡിയോ തന്നെ, ഏതെങ്കിലും സ്റ്റഡി വ്ളോഗ്. എനിക്കിപ്പോൾ എന്താ ഇപ്പോൾ എടുക്കേണ്ടതെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വീഡിയോ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഹോംവർക്കൊക്കെ എഴുതി തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിസിക്സ് പഠിക്കാം. ഫിസിക്സ് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഒക്കെ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സാം നടത്താനായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ച ആയിട്ടാണ് തോന്നുന്നു എക്സാം ഉള്ളത് ഫിസിക്സ്. അപ്പം ഈ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ അതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഹോംവർക്ക് നോക്കിയപ്പോൾ ഹോംവർക്കൊന്നുമില്ല, ഇതിൻ്റെയൊക്കെ നോട്ട്സ് എഴുതിയെടുത്തതാണ്. അതിനോട് പ്രത്യേകിച്ച് എഴുതാനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതിപ്പോൾ എന്താ പഠിക്കേണ്ടതെന്നൊന്നും അറിയില്ല, എന്നാലും അതിലുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. പഠിക്കാനൊക്കെ ഉണ്ട്, പഠിക്കാനില്ല എന്നല്ല. അപ്പോൾ അതിലുള്ള ഈ ഒരു മഞ്ഞപ്പെട്ടി ഉണ്ടാവില്ല, ഈ ഒരു യെല്ലോ ബോക്സ്, ഈ റിഫ്രാക്റ്റ് ഇൻഡെക്സ് എന്താ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താ, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ ഒന്ന് ജസ്റ്റ് പഠിച്ചെടുത്തു. പിന്നെ ഇങ്ങനെ ഒരു ഡെൻസർ മീഡിയം, റെയർ മീഡിയം, അങ്ങനെ കുറേ മീഡിയംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതും പിന്നെ കുറേ സംഭവം പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ സ്റ്റിക്കി നോട്ടിൽ എന്തൊക്കെയാണ് എക്സാമിന് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ പഠിക്കാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇപ്പം ഞാൻ എന്താ ഇപ്പോൾ എഴുതിയിട്ടുള്ളത് SOR എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ടീച്ചർ പറഞ്ഞു തന്ന ഒരു ചെറിയൊരു കോഡാണ്. ഏരോ മുകളിൽ എന്താ സംഭവം എന്നല്ലേ, സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. SO മീൻസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി,
ആർ മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുന്ന സമയത്ത് നമ്മുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞാൽ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കുറയും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്തൊക്കെയാണ് സംഭവം എന്നൊന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് പറഞ്ഞതാണ്. ഈ പാഠം നന്നായിട്ട് പഠിച്ചവർക്ക് ഇത് എന്തൊക്കെ സ്പീഡ് ഓഫ് ലൈറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചർ പറഞ്ഞതാണ് ഈ ഒരു ഇക്വേഷൻ മാത്രം മതി നമ്മുടെ ചാപ്റ്റർ മൊത്തം പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചാപ്റ്ററിലെ ലെറ്റ് ആസസ് ഉണ്ടല്ലോ, അത് മൊത്തം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പം പിന്നെ അത് പഠിച്ചു. അതിനുശേഷം നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പഠിച്ചു. ഇപ്പം ഞാൻ കാണിച്ചു തരുന്നതൊക്കെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഈ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്ത് പോകുമ്പോൾ എവിടെയാണ് ആ മുട്ടിയത്, എവിടുന്നാണോ ആ ഒരു ഏരോ മാർക്ക് പോയത് അവിടേക്ക് തന്നെ തിരിച്ച് വരുന്നതാണ് ഈ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു നമ്മുടെ ആ ഏരോ മാർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിയില്ല. ചില പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചില പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് നമ്മുടെ സ്റ്റഡി വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ മ്യൂസിക്കൊക്കെ വെച്ച് കാണുമ്പോൾ ബോറടിക്കല്ലേ വിചാരിച്ചിട്ടാണ് ഞാൻ എന്തൊക്കെയോ വളവളാന്ന് പറഞ്ഞു പോകുന്നത്. അപ്പം നമ്മുടെ സ്റ്റഡി വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഇന്നാണെങ്കിൽ ഗൈസ് കുറച്ച് അധികം സബ്ജക്റ്റ് തന്നെ ഉണ്ട് നമ്മുടെ ടൈം ടേബിളിൽ. ഇതൊക്കെ മടിയാണ് ഗൈസ് ഈ ബുക്കൊക്കെ ആയിട്ട് പോവാൻ. നമ്മുടെ കൈയൊക്കെ ഒരു പരിവായിട്ടുണ്ടാവും സ്കൂളിലെത്തുമ്പോഴത്തേനും കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്കും വെയിറ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ, ഒരു ഹോളിഡേ സ്റ്റഡി വ്ളോഗ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായിരുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് സ്റ്റഡി വ്ളോഗൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇനിയും ഇതുപോലത്തെ സ്റ്റഡി വ്ളോഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ മറക്കണ്ട. അപ്പോൾ ബൈ.